ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇതൊരു പാവയ്ക്ക ജ്യൂസ് ആയിരിക്കും അല്ലേ. ഈ ഒരു കളർ കാണുമ്പോൾ ആർക്കും തോന്നാവുന്നതാണ് പാവയ്ക്ക വെച്ചിട്ടായിരിക്കും ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. പക്ഷേ ഇത് പാവയ്ക്ക ജ്യൂസ് അല്ല കേട്ടോ. ഇത് നമ്മൾ നാരങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഇതിലേക്ക് കളർ ഒരല്പം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മുഴുവൻ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ കളർ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു നാരങ്ങ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമേ തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു നാരങ്ങ എടുത്തിരിക്കുന്നത്. ഈ ഒരു നാരങ്ങയും കുറച്ച് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. കുക്കുംബറിന് കക്കിരി എന്ന് പറയും, ഞങ്ങൾക്ക് ഇവിടെ കീര എന്നാണ് പറയുന്നത് കേട്ടോ ഈ കുക്കുംബറിന്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിലൊന്ന് കഴുകി നല്ലതായിട്ട് എടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പുതിന ഇല എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഞാനിപ്പോൾ കുറച്ച് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒരു നാരങ്ങ എടുത്തിട്ടുള്ളൂ. വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത്. നല്ല നീരുള്ള നാരങ്ങയാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടി ഈ കീര എന്ന് പറയുന്നത് ഇത്രയും വേണ്ട. ഞാനിതിൻ്റെ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 4-5 കഷ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു ജ്യൂസിന് കയ്പ്രസം ഒന്നും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ കുരുവൊക്കെ ഉള്ളത് കൊണ്ട് തോന്നുമായിരിക്കും കഴിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് പുതിന ഇല ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ പുതിനയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു ജ്യൂസിന് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു തണുപ്പും കിട്ടും നമ്മുടെ ശരീരത്തിന്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമ്മുടെ ജ്യൂസിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ലൊരു കളർ കിട്ടിയിട്ടില്ലേ. നമ്മളിതിലേക്ക് ഒട്ടും കളർ ചേർത്ത് കൊടുത്തിട്ടില്ല. ആ പുതിനയിലയുടെയും കുക്കുംബറിൻ്റെയൊക്കെയുള്ള കളർ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇതാ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 2-3 ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ കിട്ടുന്ന ഈ ഒരു ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുവരെയും ഇതുപോലത്തെ ഒരു ലെമൺ ജ്യൂസ് നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.